പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ കിട്ടാൻ ഇത്ര പഞ്ഞം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒന്നാമത്തെ കാരണം പെൺകുട്ടികളൊക്കെ ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാമർഥ്യം കാണിക്കുന്നു എന്നതാണ്. 18 വയസ്സ് വിവാഹപ്രായം ആക്കിയത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ 18 വയസ്സ് വരെ വീട്ടിൽ നിന്ന് +2 വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞ കുട്ടികൾ പിന്നെ ഡിഗ്രിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ വീട്ടുകാരും ചിന്തിക്കുന്നു, ഏതായാലും +2 വരെ പഠിച്ചില്ലെന്നാൽ പിന്നെ ഡിഗ്രി എടുത്തോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഒരു ഡിഗ്രി 10-20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ കുറച്ചും കൂടെ മെച്യൂരിറ്റി ആവുന്നു. ഈ കുട്ടികൾ ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, ഇനിയിപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയാൽ എൻ്റെ ഈ പഠിത്തം വഴിയാധാരമാവും. പ്രഗ്നൻ്റ് ആവുന്നു, കുട്ടിയാവുന്നു, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്വഭാവം ഏതാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് സത്യം. കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾ പഠിപ്പിക്കാം എന്ന് പറയുന്ന വീട്ടുകാരെ ഈ പെൺകുട്ടികളൊന്നും വിശ്വസിക്കുന്നില്ല. സ്വന്തമായിട്ട് പഠിച്ചൊരു ജോലിയായിട്ട് കല്യാണം മതി എന്നാണ് മിക്ക കുട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ പെൺകുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്. പിന്നെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കുട്ടികൾ എത്തപ്പെടാനുള്ള കാരണം ഈ അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും കൂടിയാണ്. ഗാർഹിക പീഡന വാർത്തകൾ. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പല പെൺകുട്ടികളും കൊല്ലപ്പെടുകയും സൂയിസൈഡ് ചെയ്യുകയും ചെയ്ത തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത്. അതും ഒരുപാട് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ തന്നെ സൂയിസൈഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുമ്പോൾ ശരിക്കും പെൺകുട്ടികൾ ഈ ഒരു വാർത്തകളൊക്കെ നിരീക്ഷിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു, ഇത്ര ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, എൻ്റെ വീട്ടുകാരെന്നെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തി, വല്ലവരുടെയും വീട്ടിൽ പോയിട്ട് അവരുടെ ആട്ടും തുപ്പും കെട്ടി തൂങ്ങി ചാവാനാണെങ്കിൽ എന്തിനാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് പെൺകുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ് പെൺകുട്ടികളുടെ ചിന്തകളിൽ ഇത്തരം മാറ്റങ്ങൾ വരുന്നത്, നല്ല കാര്യമാണ്. പിന്നെ മറ്റൊരു കാരണം, ഇപ്പം മിക്ക വീടുകളിലും ഒരുപാട് അംഗങ്ങൾ ഇല്ല. പാരൻസിന് ഒരുപാട് കുട്ടികളൊന്നുമില്ല. 2-3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളും ഇത്ര സമയത്ത് വരെ വീട്ടിൽ നിന്നാൽ പാരൻസിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയുക, 18 വയസ്സ് വിവാഹപ്രായം ആയിട്ടില്ല, 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുസ് ആണെങ്കിൽ 18 വയസ്സ് 20 വയസ്സിൻ്റെ ഉള്ളിൽ ഹിന്ദുസിൻ്റെ കല്യാണം, 18 വയസ്സിൻ്റെ ഉള്ളിൽ മുസ്ലിംസ് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിരുന്നു ഒരു 10 വർഷം മുൻപൊക്കെ, എൻ്റെയൊക്കെ ഒരു കല്യാണ സമയത്തൊക്കെ. പക്ഷെ ഇന്നിപ്പം ആ ഒരു ഇത് മാറിപ്പോയി. 18 വയസ്സ് വിവാഹപ്രായം വന്നതിന് ശേഷം നമ്മൾ +2 പഠിക്കുന്ന കുട്ടികളെപ്പോലും എന്താ പറയുക, ആ പെൺകുട്ടി എന്നാ പറയുക. പക്ഷേ 18 വയസ്സ് വിവാഹപ്രായം വരുന്നതിൻ്റെ മുൻപ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു കുട്ടീനെ നോക്കിയിട്ട് ആ പെണ്ണ് എന്നാ പറയുക. അങ്ങനെ ഒരു 18 വയസ്സ് വിവാഹപ്രായം ആക്കിയതും പിന്നെ ഈ പെൺകുട്ടികൾ എന്താ പറയുക, വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതൊക്കെ ഈ ആൺകുട്ടികൾക്ക് വിവാഹം അല്ലെങ്കിൽ പെൺകുട്ടികളെ കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആൺകുട്ടികളുടെ മെച്യൂരിറ്റി ഇല്ലായ്മ. എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെക്കാട്ടിലും പക്വത പെൺകുട്ടികൾക്കാണ്. അവർക്ക് ഭാവിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് പെൺകുട്ടികൾക്ക്. ഇന്ന ജോലി വേണം, അല്ലെങ്കിൽ ഇത്ര വരുമാനം വേണം, അല്ലെങ്കിൽ ജീവിതം കഷ്ടപ്പാടാവും എന്നൊക്കെ പെൺകുട്ടികൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആൺകുട്ടികൾക്ക് അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഒരു കല്യാണം കഴിക്കണം, ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം, അത്രയേ ഉള്ളൂ. ഈ കുടുംബവും കുട്ടികളും ഒക്കെ എങ്ങനെ തീറ്റുപോറ്റും എന്നൊന്നും ആൺകുട്ടികൾ ചിന്തിക്കുന്നില്ല. ആൺകുട്ടികൾ ചിന്തിക്കുന്നത്, കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം കിട്ടുമല്ലോ, അത്യാവശ്യം നല്ല പൈസയുള്ള സ്ഥലത്ത് പോയിട്ട് കല്യാണം കഴിക്കണം, അപ്പോൾ സ്ത്രീധനം കിട്ടും, അത് വെച്ച് കാര്യങ്ങളൊക്കെ നടത്തണം, വെറുതെ കിട്ടുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകണം, പിന്നെ അന്നന്നത്തെ ചിലവിന് ഞാൻ ജോലിക്ക് പോയാൽ കഴിയുമെന്ന് ചിന്തിക്കുന്ന ആൺകുട്ടികളെ എന്താ പറയുക, ശരിക്കും പരാജയപ്പെടുത്തുന്ന രീതിയിൽ പെൺകുട്ടികൾ ഒന്ന് മാറി ചിന്തിച്ചപ്പോൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ ശരിക്കും വലിയൊരു പ്രയാസം വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ. പിന്നെന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ ചെറുപ്പക്കാർ
പുരുഷന്മാർ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് പെൺകുട്ടിനെ കിട്ടാൻ വേണ്ടി വരും. എന്തിനാണെന്നറിയോ? അവർക്ക് അവരായിട്ട് ഉണ്ടാക്കി വെച്ച കടങ്ങളൊക്കെ വീട്ടണം. പിന്നെ അവർക്ക് കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഒരു മഹർ അല്ലെങ്കിൽ ഒരു താലി വാങ്ങാനുള്ള പൈസ പോലും പെൺകുട്ടിയുടെ പിതാവ് നൽകുന്ന സ്ത്രീധനത്തിൽ നിന്ന് എടുത്ത് കല്യാണം കഴിക്കുന്നവരാണ് ഒരു 90% ആണുങ്ങളും അല്ലെങ്കിൽ ആൺകുട്ടികളും. കല്യാണത്തിൻ്റെ ഇപ്പോൾ മിക്ക ചെറുപ്പക്കാരും വിവാഹത്തിൻ്റെ ഒരു 3-4 വർഷം മുൻപേ ജോലിക്ക് പോയി തുടങ്ങിയവരായിരിക്കും. ഗൾഫായിട്ടോ അല്ലെങ്കിൽ ദിവസക്കൂലിക്കുള്ള ജോലി ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്താ പറയുക, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടായിരിക്കും കല്യാണം കഴിക്കുക. അവർക്ക് ലേറ്റായിട്ടായിരിക്കും ജോലി ആവുക. പക്ഷെ അതല്ലാതെ നേരത്തെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാർ ഒരു 20 വയസ്സ് തൊട്ട് ജോലിക്കൊക്കെ പോയി തുടങ്ങി 25-26 വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. എന്നിട്ട് അവരെല്ലാവരോടും കടമൊക്കെ വാങ്ങി കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടിയുടെ സ്വർണം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പിതാവ് നൽകിയ സ്ത്രീധനത്തിൽ നിന്നോ ഒക്കെ ആയിരിക്കും അവർ ആ കടം വീട്ടുന്നത്. ഇപ്പോൾ ഈ അടുത്തിടെ നമ്മൾ കണ്ടൊരു വാർത്ത, ഒരു ചെറുപ്പക്കാരൻ കല്യാണത്തിനുള്ള പൈസ ശരിയാവാനായിട്ട് നാട് വിട്ടുപോയെന്ന്. ഞാൻ ചിന്തിച്ചത് ആ ചെറുപ്പക്കാരനും എല്ലാവരെയും പോലെ എന്താ പറയുക, പെൺകുട്ടിയുടെ സ്വർണം എടുത്തിട്ട് കടം വീട്ടാമായിരുന്നില്ല. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ആരപ്പം അങ്ങനെ ചെയ്യാത്തതുള്ളത്? എല്ലാവരും ഒരു 90% ആണുങ്ങളും അല്ലെങ്കിൽ ആൺകുട്ടികളും സ്ത്രീധനമായിട്ട് കിട്ടിയ സ്വർണമോ പണമോ ഉപയോഗിച്ചിട്ടാണ് സ്വന്തം ബെഡ്റൂമിലേക്കുള്ള കിടക്കവിരി പോലും വാങ്ങിക്കുന്നത്. പക്ഷെ ആ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് അങ്ങനെ ഒളിച്ചോടി എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരന് ആരും ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ കല്യാണത്തിന് മുൻപൊരു സ്വന്തം ബെഡ്റൂമിലേക്കുള്ള ഒരു കട്ടില വാങ്ങാനുള്ള പൈസ പോലും ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഇല്ലാതാവത്തക്ക വിധത്തിൽ ചെറുപ്പക്കാർക്ക് ധൂർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണക്കാർ വീട്ടുകാർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ആൺകുട്ടികളെ കുറിയിലൊക്കെ ചേർത്ത് അവർക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് അവരുടെ പൈസ കൊണ്ട് തന്നെ അവർക്ക് കല്യാണത്തിനുള്ള എന്താ പറയുക, ചിലവും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ വായിച്ച് ശീലിപ്പിക്കുക. ഇതിനൊന്നും നമ്മുടെ ആൺകുട്ടികളുടെ പേരൻസ് മുൻകൈ എടുക്കുന്നില്ല. അല്ലെങ്കിൽ അവരും ചിന്തിക്കുന്നത് കല്യാണം കഴിക്കുമ്പോൾ സ്വർണം കിട്ടുമല്ലോ, അത് വെച്ച് കാര്യങ്ങളൊക്കെ നടത്താം എന്നാണ് അവരും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഈ ഒരു ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആൺകുട്ടികളെ പേരൻസ് തന്നെ പറഞ്ഞ് ധരിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതം പിന്നെ അതിനനുസരിച്ചായിരിക്കും. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് കുറേ സ്വർണം കിട്ടും, അത് വെച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്താം, ഞാനപ്പോൾ ഒന്നും സമ്പാദിക്കേണ്ട കാര്യമില്ല, ഞാനാണല്ലോ, എനിക്ക് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയാം എന്നൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരാണ് ഭൂരിഭാഗവും ഉള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ് സത്യം. പിന്നെ മറ്റൊരു കാരണമെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, അതിലും വലിയൊരു പങ്ക് ഇന്നിപ്പോൾ പെൺകുട്ടികളെ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നതിന് കാരണമായിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ കല്യാണത്തിന് ശേഷം വന്ന സങ്കടവും കഷ്ടപ്പാടും ഒക്കെ ഒരുപാട് സ്ത്രീകൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 90% പെൺകുട്ടികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് കല്യാണം കഴിച്ചതിന് ശേഷം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ സൈസ് ഇങ്ങനെയായി, ഞാൻ ഭയങ്കര തടിച്ചിയായി, എനിക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ കുറേ കഷ്ടപ്പാടുകൾ വന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചോ അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചോ ശാരീരികമായിട്ട് വന്ന മാറ്റങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസം തുടരാൻ കഴിയാത്തതിൻ്റെ കഷ്ടപ്പാടിനെയൊക്കെ കുറിച്ച് ഒരു 90% പെൺകുട്ടികളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ കല്യാണം കഴിക്കാത്ത അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ കാണുമ്പോൾ അവർക്ക് കല്യാണത്തിനോടൊരു കുറച്ച് പേടി തോന്നുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നത് പഠിച്ച് സ്വന്തമായിട്ടൊരു ജോലി നേടിയതിന് ശേഷം കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇത്തരം വെല്ലുവിളികളൊന്നും തങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ എന്നാണ് പെൺകുട്ടികൾ ചിന്തിക്കുന്നത്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പെൺകുട്ടികളുടെ ഒരു കൺസെപ്റ്റ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇതിനിപ്പോൾ ഒരു പ്രതിവിധി എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ കുറച്ചും കൂടെ ഒന്ന് ബോൾഡാവാൻ ശ്രമിക്കുക, പെൺകുട്ടികളും ബോൾഡാവുമ്പോൾ ആൺകുട്ടികളും ബോൾഡാവാൻ ശ്രമിക്കുക. അല്ലാതെ എപ്പോഴും പൈങ്കിളി സ്വഭാവം വെച്ച് നടന്നാൽ പെൺകുട്ടികൾ അത്ര ആൺകുട്ടികളെ ഇഷ്ടപ്പെടില്ല. കാര്യപ്രാപ്തിയുള്ള ആൺകുട്ടികളോടാണ് പെൺകുട്ടികൾക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ താല്പര്യം. പൈങ്കിളി സ്വഭാവമുള്ള ആൺകുട്ടികളോടൊന്നും വലിയ
താല്പര്യം പെൺകുട്ടികൾക്കില്ല. അപ്പം കുറച്ചൊന്ന് ബോൾഡാവാം. ആൺകുട്ടികളൊക്കെ കുറച്ചും കൂടെ പക്വതയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശീലിക്കുക. അത്രയേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അനുയോജ്യമായ ഇണകളെ എത്രയും പെട്ടെന്ന് തന്നെ ദൈവം സെറ്റാക്കി കൊടുക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.